ഗസ മുനമ്പിൽ ഇസ്രായേൽ സേന അതിഭീകരമായ കുടിയൊഴിപ്പിക്കൽ നടത്തുന്നതായി UN സുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകുമ്പോഴും ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിന്റെ താന്തോന്നിത്തത്തിന് മുന്നിൽ മിഴിച്ചു നിൽക്കുന്നു. അമേരിക്കയും മറ്റു രാജ്യങ്ങളും ചേർന്ന് വെടിനിർത്തൽ ചർച്ചകളും സമാധാന ശ്രമങ്ങളും നടത്തുന്നത് വെറും പ്രഹസനമാണെന്ന് ഗസയിലെ യഥാർത്ഥ സ്ഥിതി വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകും. ഗസയിൽ പ്രവർത്തിക്കുന്ന UN സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും ഇസ്രായേലിന്റെ അസഹനീയമായ ഭീഷണി നേരിടുന്നതായി UN സുരക്ഷാ ഏജൻസി അണ്ടർ സെക്രട്ടറി ജനറൽ ഗില്ലസ് മിച്ചൌഡ് കഴിഞ്ഞ ദിവസം ലോകത്തെ അറിയിച്ചിരുന്നു. ദാറുൽ അൽ ബലാഹിലെ 200 UN ഉദ്യോഗസ്ഥരെ അവിടെ നിന്നും മാറി നിൽക്കാൻ ഇസ്രായേൽ സേന നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഫലസ്തീനികളെ പോലെ തന്നെ UN സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഗസയിൽ സുരക്ഷിതമായ ഇടമില്ലെന്ന് ഗില്ലസ് മെച്ചൌഡ് പറയുന്നു. ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകേണ്ട സമയമാണിത്. അതിനുള്ള അവസരം പോലും ഇസ്രായേൽ സേന നിഷേധിക്കുകയാണ്. ഇസ്രായേൽ സേനയുടെ നിരന്തരമായ ആക്രമണത്തിൽ തളർന്നുപോയ ഫലസ്തീനികളെ സഹായിക്കാൻ സംവിധാനമില്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് UN ഓഫീസ് ഫോർ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് വക്താവ് ജെൻസ് ലാർക്കെ പറഞ്ഞു. നിലവിൽ 90% പ്രദേശങ്ങളും ഗസയിൽ കുടിയൊഴിപ്പിക്കൽ ഉത്തരവിന് കീഴിലാണ്. ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് മാനുഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പലയിടത്തു നിന്നും കുടിയൊഴിഞ്ഞവർ കൂട്ടത്തോടെ ഒരു പ്രദേശത്ത് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് മാത്രം 34,000 ആളുകൾ വരെ എത്തുന്നതായും ഇത് മോശമായ ആരോഗ്യവും ശുചിത്വ പ്രശ്നവും ഉയർത്തുന്നതായും UN ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു. ഏറ്റവും ഒടുവിൽ അൽ അക്സ ഹോസ്പിറ്റൽ, 4 UN വെയർഹൌസുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടിവെള്ള കിണറുകൾ തുടങ്ങി മാനുഷിക പ്രവർത്തനങ്ങളും ജീവൻ രക്ഷാ സംവിധാനങ്ങളെയും ഒഴിപ്പിക്കാനാണ് ഇസ്രായേൽ സേന ഉത്തരവിട്ടിരിക്കുന്നത്. ഭക്ഷണവും വെള്ളവും ചികിത്സയും ലഭിക്കാതെ പതിനായിരങ്ങൾ ദുരിതത്തിലാകുമെന്നും കടുത്ത ആശങ്കയിലാണെന്നും UN ഏജൻസി ലോകത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ്.